ഫുട്ബോളിൽ നമ്മൾ ഒരുപാട് കൂട്ടുകെട്ടുകൾ കണ്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് ഒരു കാലത്ത് ആൻഫീൽഡ് അടക്കി ഭരിച്ച സെലെ ഫെർമിന്യോ മാനെ കൂട്ടുകെട്ട്, അതുപോലെ തന്നെ റൊണാൾഡോയും ബെൻസിമയും ബെയിലും അടങ്ങിയ BBC സഖ്യം, അതുപോലെ തന്നെയായിരുന്നു MSN സഖ്യവുമെല്ലാം. എന്നാൽ ലോക ഫുട്ബോളിൽ ഇന്നേ വരെയായിട്ടും ആരും ചർച്ച ചെയ്യാതെ പോയ ഒരു കൂട്ടുകെട്ടുണ്ട്. അവർ വരുന്നത് അങ്ങ് ലാറ്റിൻ അമേരിക്കയിൽ നിന്നാണ്. സാക്ഷാൽ ഡീഗോ മറഡോണയുടെ നാട്ടുകാരാണവർ. ഒരാൾ കളിക്കളത്തിലെ മിഷിഹയാണെങ്കിൽ മറ്റൊരുത്തൻ കളി മൈതാനിയിൽ മാലാഖയായി അവതരിച്ചുകൊണ്ട് അത്ഭുതങ്ങൾ തീർക്കുന്നവനാണ്. 2008 ആദ്യമായി കൊണ്ട് ഇതിഹാസങ്ങൾ മാറ്റിവെച്ച അർജന്റീനയ്ക്ക് വേണ്ടി തങ്ങളുടെ ആദ്യ ഇന്റർനാഷണൽ മത്സരത്തിന് വേണ്ടി മെസ്സിയും ഡീമരിയയും ഒരുങ്ങുന്നത്. എന്നാൽ അന്നത്തെ ഒളിമ്പിക്സിൽ അർജന്റീനയ്ക്ക് കിരീടം നേടിക്കൊടുക്കാൻ അന്ന് അവതരിച്ചത് ഏഞ്ചൽ ഡീമരിയ എന്ന അവരുടെ മാലാഖയായിരുന്നു. പിന്നീട് വർഷങ്ങൾ മുന്നോട്ട് തന്നെ സഞ്ചരിച്ചു. മുമ്പിലുള്ളത് ആഫ്രിക്കയിൽ വെച്ച് നടക്കുന്ന വേൾഡ് കപ്പ്. മെസ്സിയെയും ഡീമരിയെയും സംബന്ധിച്ച് അവരുടെ ആദ്യ വേൾഡ് കപ്പ് അരങ്ങേറ്റം. എന്നാൽ ആ വേൾഡ് കപ്പിൽ കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ കഴിയാതെ അർജന്റീന കളം വിട്ടു. എന്നാൽ അതിനുശേഷമാണ് മെസ്സിയുടെയും ഡീമരിയുടെയും ബന്ധം വലിയ തരത്തിൽ പടർന്ന് പന്തലിക്കുന്നത്. വർഷം 2014 മെസ്സിയുടെ ക്യാപ്റ്റൻസിയിൽ വേൾഡ് കപ്പിനിറങ്ങിയ അർജന്റീന സെമി ഫൈനലിൽ നെതർലാൻഡിനെ തകർത്തുകൊണ്ട് ഫൈനലിലേക്ക്. എന്നാൽ അവിടെ ഏറ്റുമുട്ടാനുണ്ടായിരുന്നത് യൂറോപ്യൻ ശക്തരായ ജർമ്മനിയുമായിട്ടായിരുന്നു. എന്നാൽ അവസാന നിമിഷം അന്തകന്റെ വേഷമണിഞ്ഞ് മാരിയോ ഗോഡ്സെ ഗോൾ കണ്ടെത്തിയ മത്സരത്തിൽ പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ട് അർജന്റീനയ്ക്ക് കളം വിടേണ്ടി വരുന്നു. എന്നാൽ അന്ന് മിഷിഹാക്കും സംഘത്തിനും രക്ഷകനായി അവതരിക്കേണ്ട മാലാഖയുടെ സാന്നിധ്യം അവരെ തളർത്തിയിരുന്നു. ഒരുപക്ഷെ ഏഞ്ചൽ ഡീമരിയ എന്ന മാലാഖ അന്ന് ആ ഫൈനലിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അന്തിമഫലം ഇങ്ങനെയായിരിക്കില്ലായിരുന്നു. എന്നാൽ പിന്നീട് നടന്ന 2 കോപ്പയിലും തൊട്ടടുത്ത വേൾഡ് കപ്പിലും പരാജയപ്പെട്ട് അർജന്റീന എന്ന ടീം ശൂന്യതയുടെ മറവിലേക്ക് പതിയെ അസ്തമിച്ചിരുന്നു. എന്നാൽ അന്ധകാരത്തിൽ നിന്നും അർജന്റീനയെ രക്ഷിക്കാൻ 2021 കോപ്പയിൽ മാലാഖ അവതരിച്ചപ്പോൾ അന്ന് തകർക്കാൻ കഴിഞ്ഞത് അർജന്റീനയുടെ 28 വർഷത്തെ കാത്തിരിപ്പിനായിരുന്നു. മിഷെ നിറഞ്ഞാടുന്ന വേദിക്ക് അതിൻ്റെ അന്ത്യം കുറിക്കാൻ മാലാഖയുടെ സാന്നിധ്യം എത്രത്തോളം അനിവാര്യമാണെന്നത് അന്ന് നമ്മൾ അറിഞ്ഞതാണ്. തീർന്നില്ല. 2014 മാലാഖയുടെ അസാന്നിധ്യത്തിൽ നഷ്ടപ്പെട്ട കിരീടം മിഷിഹാക്കും സംഘത്തിനും നേടിക്കൊടുക്കാൻ അയാൾ ഖത്തറിലേക്ക് യാത്ര തിരിച്ചത് വെറുതെയായിരുന്നില്ല. ഖത്തർ വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ മാലാഖയുടെ രക്ഷാപ്രവർത്തനവും മിഷിഹായുടെ ഉയർത്തെഴുന്നേൽപ്പും നമ്മൾ കണ്ണുകുളിർക്കെയാണ് ആസ്വദിച്ചത്. ഒരുപക്ഷെ ഈ കോപ്പ മിഷിഹയുടെയും മാലാഖയുടെയും അവസാന ആട്ടമായിരിക്കാം. തങ്ങളെ ഈ ടീമിലേക്ക് എത്തിച്ച എല്ലാ ദൗത്യവും മിഷിഹയും മാലാഖയും കൃത്യമായി തന്നെ ഈ നീലയും വെള്ളയും കലർന്ന ഇതിഹാസ ജേഴ്സിയിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി സഞ്ചരിക്കേണ്ട പാത അവരാൽ അർജന്റീനൻ താരങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നുമുണ്ട്. എങ്കിലും മടക്കയാത്രയിൽ ഇതിഹാസ ജേഴ്സിയോട് വിട പറയുമ്പോൾ അതിൻ്റെ പൂർണ്ണത കൈവരിക്കാൻ ഈ കോപ്പ കൂടെ അവർക്ക് സ്വന്തമാക്കണം. ഒടുവിൽ എല്ലാം നേടിക്കൊടുത്ത് ദൂതുമായി എത്തിയ മിഷിഹയും മാലാഖയും കളി മൈതാനിൽ നിന്ന് കുമ്മായ വരക്കപ്പുറത്തേക്ക് നടന്നകലുമ്പോൾ കാൽപന്ത് ലോകത്തിന് അവരുടെ വിടവിനെ എങ്ങനെയാണ് നികത്തുക എന്നതിന് മറുപടിയില്ലാതെ നോക്കി നിൽക്കേണ്ടി വരും. ഒരു കാലഘട്ടം ഞങ്ങളെ വിസ്മയിപ്പിച്ച ഇതിഹാസങ്ങളെ. വി റിയലി മിസ് യു. സ്പോർട്സ് ഡെസ്ക് ഫുഡ് ആൻഡ് ടൈം. أصدقائي المشاهدين متتبعي بي سبورتس، أهلا وسهلا ومرحبا بكم في مباراة النهائي الكبير الليلة في استاد الماراكانا هنا في ريو دي جانيرو هنا في البرازيل بإدارة الحكم الإيطالي نيكولا ريتسولي. المباراة النهائية المرتقبة لكأس العالم 2014 في نسختها رقم 20 في الماراكانا بين المنتخبين الأرجنتيني والألماني. الفريق الألماني قبل المباراة بدقائق هناك تغيير اضطراري لإصابة سامي خضيرة في الحركات الإحمائية وبالتالي تعويضه باللاعب رقم 23 كريستوف كرامير انطلاقا تشكيلة